നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രസാദ് ഏട്ടാ, ബിജുകുട്ടൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം സ്വാഗതം. മണിയുടെ നിവാസികളെ, ചേച്ചിമാരെ, അമ്മമാരെ, കുട്ടികളെ, തുടങ്ങാം. നമുക്ക് കിറ്ററക്കട്ടെ. മനു കുമാരി ഉണ്ട്, നമ്മുടെ ദീപു ചേട്ടനുണ്ട്, കൂടെ ശംഭു ഉണ്ട്. നല്ല കൈഡി കേട്ടോ. ഇന്നലെ എന്റെ മോന്റെ കല്യാണമായിരുന്നു. അവർ ആദ്യ രാത്രിക്ക് വേണ്ടി ഇന്നലെ രാത്രി റൂമിനകത്തോട്ട് കയറി ഇവിടെ നിൽക്കുന്നു. ഇന്നലെ അവന്റെ അളിയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയ കാറാണ് ഈ സ്ത്രീധനം കിട്ടിയ കാറ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇന്നലെ ഈ റിസപ്ഷൻ ഇട്ടിരുന്ന ഡ്രസ്സ് കിട്ടുകൊണ്ട് ഇപ്പോഴും ഇവിടെ നിന്ന് ഉറങ്ങി ഇതൊക്കെ പറയുന്നത്? ഇതൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല, കണ്ടറിയേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കിയോ, സ്ത്രീധനമായിട്ട് കിട്ടിയ കാറാണ്. മരുമകൻ ഗിരീഷിന് അമ്മായിയപ്പൻ നൽകിയ സ്ത്രീധന കാർ. എന്നിട്ട് ലോകത്തൊന്നും ഇല്ലാത്തൊരു പേര്, വീട്ടുപേര് തുണ്ടിൽ കുടുംബം. ഈ പ്രഭാകര കൈമൾക്ക് നാട്ടിലൊരു വിലയുണ്ട്. ഇങ്ങനെ എഴുതി വെച്ചൊരു വണ്ടി നേരെ പുറത്തോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ഇതിനെല്ലാം കാരണക്കാരൻ എന്റെ മോൻ ഗിരീഷൻ. അകത്ത് കയറിയിട്ട് ഇതുവരെ അവൻ എഴുതിട്ടിട്ടുമില്ല. എടാ ഗിരീഷേ, എടാ ഗിരീഷേ. ഓ അകത്തന്നെടാ സിനിമാറ്റിക് ഡാൻസിന്റെ റിഹേഴ്സൽ ആയിരുന്നു. ഉറക്കത്തിലായിരുന്നു. ആ മൂക്കിന്റെ താഴത്തിരിക്കുന്നത് പറിച്ചു കളാ. അച്ഛാ എന്നെ എന്തോണ പറഞ്ഞ എന്റെ ആണത്തത്തെ ചോദ്യം ചെയ്ത് ഞാൻ മീശ പറിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? എടാ പൊട്ട. അച്ഛാ എന്നെ എന്ത് വേണോ പറഞ്ഞു, പക്ഷേ ഈ പെണ്ണിനെ മുമ്പ് എന്നെ പൊട്ടാന്ന് വിളിക്കരുത്. എടാ അതല്ലെന്ന് മൂക്കിന്റെ താഴത്തിരിക്കുന്നത് ആണ്ടെ ഈ പൊട്ട്. അതെങ്ങനെ വന്നത്? ആരെങ്കിലും മറ്റേ ഡെലിവറി ബോയ് കൊണ്ട് ചിലപ്പോൾ ഒട്ടിച്ചു വെച്ചിട്ട് പോയതായിരിക്കും. അത് എങ്ങനെ വന്നെന്ന് കൂടെ ഞാൻ തന്നെ പറയണം. എടാ നീ എന്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നലെ നിന്റെ അളിയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയ കാറാണിത്. ഓ അളിയൻ പറഞ്ഞത് വണ്ടി ഇവിടെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കല്ലേ എന്നോ? നീ അതെന്താന്ന് നോക്ക്. എന്ത് അത് കാറല്ലേ? അതിനകത്ത് എന്താന്ന് നോക്ക്. അത് മുണ്ടല്ലേ? ഓഹോ, കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം തന്നെ തന്ത മിണ്ടരുത്. തന്തയുടെ വാപത്തുക അപ്പം വിട്ടരുത് അല്ലടാ. അച്ഛൻ മിണ്ടല്ലെന്നല്ല പറഞ്ഞത്, അത് മുണ്ടല്ലേ കിടക്കണെന്നാണ് പറഞ്ഞത്. മുണ്ടല്ല, ആ മുണ്ടിനകത്ത് എന്താണെന്ന് നീ നോക്കണം. ആ മുണ്ടിനകത്ത് എന്താണെന്ന് കണ്ടാ നീ ഞെട്ടും. നോക്കണം. നോക്കത്ത് വഴി മരുമകൻ ഗിരീഷിന് അമ്മായിയപ്പൻ നൽകിയ സ്ത്രീധന കാർന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? ഇവിടെ അങ്ങനെ ഒരു സാധനം ഈ വണ്ടിക്കകത്ത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അച്ഛാ അത് സന്തോഷത്തോടെ തന്നേയില്ല. അവര് അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ലെന്ന്. ഇവിടെ സന്തോഷത്തോടു കൂടി തന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും അതിനകത്ത് എഴുതി വെക്കുവാടാ? ഒരു കാര്യം എനിക്കിപ്പോഴും പറയാനുള്ളൂ, ഇതും വെച്ചോട്ട് പുറത്തോട്ടിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ ഇത് നീ വായിക്കണം, വായിച്ചിട്ട് പോകാനേ ഞാൻ സമ്മതിക്കത്തുള്ളൂ. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, പക്ഷെ മായ്ക്കാൻ മാത്രം പഠിച്ചില്ല. മായ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്ന് ദിലീപ് കളിക്കുവാണോ? എടാ ഞാൻ അതല്ല പറഞ്ഞത്. ആ പെണ്ണ് ഇവിടെ വന്ന് കേറിയപ്പോഴും ഞാൻ ആലോചിച്ചതാ, അവളുടെ മുഖം കണ്ടാ അറിയാം തന്റെ മോനെ രണ്ടു വഴിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ട് പിന്നെ എന്താണ് ഞാൻ പറയണത്? എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഈ ജീവാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ചെറുക്കം കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറി വരും, ഇത് കാണും, പിന്നെ അവൻ നാട് മൊത്തം ഇത് പറഞ്ഞു നടക്കും. അച്ഛാ അത് ജീവനെ വിളിച്ചതല്ല, ഗിരിയുടെ ഗീ വരതേട വാ, അതാണ് മോളെ എന്ത് പറ്റി? മോളെ ചെവിയിൽ വെള്ളം കയറിയ? വെള്ളം കയറിയതല്ലേ ചേട്ടാ, പിന്നെ പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. സ്ത്രീധനമായിട്ട് അച്ഛൻ 1.5 പവന്റെ ഒരു കമ്മല് തന്നായിരുന്നു. അത് കിടന്നിങ്ങനെ തൂങ്ങിക്കിടക്കാം, മറ്റത് ഇട്ടില്ലായിരുന്നു ഞാൻ. അയ്യോ ഒരു സൈഡങ്ങ് താന്നു പോയി. ചേട്ടാ ഇട്ടേരേട്ട മോളെ. അയ്യോ തടി എനക്ക് എന്തരാ പോലെ ചേട്ടാ വാ ഞാൻ ഇട്ടുതരാം. നിനക്ക് എന്തരടി എനക്ക് വീണ്ടും എന്തരാ പോലെ? അല്ലോ അല്ല ഇട്ടുതരാം, ഞാൻ നിക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് എനിക്കാണ് എന്തിനോ പോലെ ആകുന്നത്. ഞാൻ അച്ഛൻ അങ്ങോട്ട് പോണ്ട, അച്ഛന്റെ മൂഡ് ശരിയല്ല. കറക്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതല്ല അച്ഛൻ ദേഷ്യത്തില്ല. ഇപ്പം കറക്റ്റ് ആയിട്ടാണ് കേട്ടാ. ചായ കൊണ്ട് കൊടുക്കും, ചായ കൊണ്ട് കൊടുക്കും. അച്ഛാന്ന് വിളിക്കണോ അതോ അപ്പച്ചാന്ന് വിളിക്കുന്നു? അപ്പച്ചാന്ന് വിളിക്കുന്നു, അച്ഛാന്ന് വിളിക്കുന്നു. അച്ഛൻ അപ്പച്ചൻ അപ്പള അപ്പല അച്ഛ ചങ്ങയ ചായ എന്നുള്ളത് ചേച്ചിട്ടുണ്ട്. നന്നായി വരട്ടെ. എന്റെ മോന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇതുപോലൊരു മരുമോളെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ മോന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്കറിയാവോ അവന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന്? എങ്ങനെയാ? ഡെലിവറിക്ക് പോയപ്പോഴാണ് അവള് മരിച്ചത്. സ്വിഗ്ഗിയിലാണോ ടൊമാറ്റോയിലാണോ ഡെലിവറിക്ക് പോയത്? ആ ഡെലിവറി അല്ല, ഈ ഡെലിവറി.
അവനെ പ്രസവിക്കാനായിട്ട് അവിടെ കൊണ്ട് കയറ്റി. പ്രസവിച്ച സമയത്ത് അവൻ ഇതുപോലെയാണ് കരഞ്ഞത്. ആ സമയത്ത് ഞങ്ങൾ വിട്ടിട്ട് അവളങ്ങ് പോയി. അതിനുശേഷം അവന് പാല് കൊടുത്ത് വളർത്തിയത് ഞാനാണ്. സൊസൈറ്റി ഇപ്പൊ മേടിച്ചോണ്ട കൊണ്ട് കൊടുക്കുവായിരുന്നു. അല്ല പിന്നെ മോളെ, അതുകൊണ്ട് തന്നെ പറയാണ് അച്ഛൻ ഒരുപാട് സന്തോഷം. ചായല്ലേ? 58 വയസ്സുണ്ട് അച്ഛൻ. ഈ 58 വയസ്സിന്റെ ഇടയ്ക്ക് ഇതുപോലൊരു ചായ അച്ഛൻ കുടിച്ചിട്ടില്ല. ഏലക്കായിട്ടിരിക്കുന്നേ. ആ ഏലക്ക പോയ പോക്കേ എടി, ഇതെന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അച്ഛാ അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞാൽ അടിപൊളി ചായയാണ് ഇത്. ഇതുപോലത്തെ ഒരു ചായ അച്ഛൻ കുടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എടാ, എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ നീ ശ്രദ്ധിക്കണം. 58 വയസ്സുണ്ട് എനിക്ക്. ഇതുപോലൊരു ചായ ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നല്ലേ? ഈശേ, എനിക്കിതൊട്ടും സഹിക്കുന്നില്ല. നീ ഇത് കണ്ടോ? ഞാൻ ഒരു കാര്യം പറയുവാണ്. മര്യാദക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ തോന്നും. അച്ഛാ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛാ. ഞാൻ തോന്നും. ചെയ്യുമോന്ന് ഗിരീഷ് ചേട്ടാ, നിങ്ങളുടെ അച്ഛനെ തൂങ്ങൊന്നും പറഞ്ഞ് കയറെടുത്തോണ്ടോ? എവിടെ പോയതാ? അത് വേറൊന്നുമല്ല, നമ്മളെ രണ്ടുപേരും കല്യാണം നടക്കാൻ വേണ്ടിട്ടേ അച്ഛൻ കുടുംബക്ഷേത്രത്തിൽ തൂക്കം ഉണ്ടല്ലോ, അതിന് നേർന്നായിരുന്നു. അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇത്രയും പെട്ടെന്ന് തൂങ്ങാൻ. അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു. ഭയങ്കര കോമഡിയാണല്ലേ? പിന്നെ ഒരുവിധം എല്ലാം കോമഡിയാണ്. ചേട്ടന് കോമഡിയാണ്? ഞാനും ഭയങ്കര കോമഡിയാണ്. എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ടിവിയിൽ കോമഡി പരിപാടി വന്നാൽ ഞാൻ കുത്തി ഇരുന്ന് കാണും. എന്റെ വീട്ടിൽ കസേരയില്ലേ? അയ്യോ, കോമഡി എന്റെ കോമഡി ഇഷ്ടമല്ലേ? കോമഡി ഇഷ്ടമാണ്, പക്ഷെ ഇതുപോലെ ആർക്കും കോമഡി ഇഷ്ടമല്ല. അയ്യോ, ഈ വണ്ടി ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആങ്ങള് കൊണ്ടുവന്നേ? ഇന്നലെ കൊണ്ടുവന്നേ? ഞാൻ നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലേ? അയ്യോ, മരുമകൻ ഗിരീഷിന് അമ്മായിയപ്പൻ നൽകിയ ശ്രീധനക്കാർ അടിപൊളി. അയ്യോ, പിന്നെ പേരൊക്കെ മാറ്റണം. പേരൊക്കെ മാറ്റിയല്ലോ, പേരൊക്കെ തിന്നല്ലേ ചെയ്യുന്നേ. കുഴിഞ്ഞങ്ങ് പോവോ താഴോട്ട്? പിന്നെ എന്തോ പറഞ്ഞ? അതല്ല, അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലാണ്ട് ഈ എഴുതി വെച്ചേക്കണമെന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഈ എഴുതിയേക്കണമെന്ന് മാറ്റാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. ഈ എഴുതി വെച്ചേക്കുന്നത് ഗിരീഷ് ചേട്ടാ, നിറപറയെയും അഗ്നിസാക്ഷിയെ നിലനിർത്തി എന്റെ ഇവിടെ ചേർത്ത് ഈ സിന്ദൂരം മാറ്റുന്നത് പോലെയാ അച്ഛൻ എഴുതി വെച്ചത് മാറ്റുന്നത്. അറിയാമോ? അച്ഛൻ മാറ്റാൻ സമ്മതിക്കത്തില്ല. പൊങ്ങച്ചം കൊണ്ടല്ല, അച്ഛൻ ഈ സംഭാവന നൽകി കഴിഞ്ഞാൽ അതിന്റെ പേരെഴുതി വെക്കും. ഇപ്പൊ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കാർ കൊടുത്തു, അതിലും ഇങ്ങനെ എഴുതി വെച്ചു. ചേട്ടൻ കല്യാണം നടന്നു, ചേട്ടന്റെ ഇതിലും എഴുതി കൊടുത്തു. അതുപോലെ നമ്മളെ അച്ഛന്റെ അപ്പൂപ്പൻ മരിച്ചല്ലോ, ചിതേരെ മണ്ടിയിൽ വിറകെല്ലാം എഴുതി വെച്ചപ്പം അച്ഛൻ എഴുതി വെച്ചല്ലോ. കുഞ്ഞുണ്ണിയുടെ മകൻ പീതാംബരൻ സംഭാവന എന്ന് പറഞ്ഞ ഓരോ മരകഷണത്തിലും അച്ഛൻ പേരെഴുതി വെച്ചു. പേരിങ്ങനെ വിറവിലൊക്കെ എഴുതി കത്തി പോവില്ലേ അത്? അച്ഛൻ കത്തി കയറണമല്ലോ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഹണിമൂണിന് ടൂർ നമുക്ക് ഇതിൽ തന്നെ പോവാം. ഹണിമൂണിന് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ പോണ്ട, നമുക്ക് KSRTC ബസ്സിൽ പോകും. അടിപൊളിയായിരിക്കും. അതിന് നമ്മൾ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാല്ല. അതിൽ പോകണം, നമുക്ക് ഇതിൽ പോകാം. അതിനകത്ത് പോകുന്നല്ലേ നല്ലത്? ഇതാണ് നല്ലത്. പോകാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വിഷയമുണ്ട്. അവിടെ എന്തെങ്കിലും നമ്മളെ സാധനങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലേ? പിന്നെ ഈ മാല ഒന്ന് പണയം വെക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞപ്പോ? പണയം വെക്കായി. എന്റെ മാല പണയം വെക്കാനോ? പരമ്പരാഗതമായിട്ട് എന്റെ അമ്മൂമ്മ എന്റെ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ അത് എനിക്ക് തന്നു. അത് പണയം വെക്കാൻ ചോദിച്ചിരിക്കുക, കൊടുക്കും ഞങ്ങള്. പണയം വെക്കാനേ അത് സ്വർണം വിറ്റാ മതി. നമ്മളെ കൂടെ തന്നെ അല്ലേ? ഒരു കാര്യം ചെയ്യും മോളെ, എനിക്ക് ഒരു ചായ എടുത്തു മധുരത്തിൽ. ഒരു ചായ എടുക്കും മധുരത്തിൽ. ഈ പഞ്ചാര കട്ടിയിരിക്കുമ്പോ എന്തിനാ ഏട്ടനെ മറ്റൊരു മധുരം? കണ്ണിപ്പെണ്ണെ കണ്ടതളിത്തേനെ കണ്ടവളെ കട്ടെടുത്ത പട്ടു നിലാവേ കടവിന്തോണി കൂട്ടുകുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കണ്ണിപ്പെണ്ണെ. ഞാൻ എന്തായാലും ഒരു തീരുമാനം. ഇതെവിടെയൊക്കെയാണോ ഈ എഴുതി വെച്ചേക്കുന്നത്? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എടാ, ഈ വണ്ടിയുടെ ഏതൊക്കെ സൈഡിലാണ് ഈ ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഇത് വണ്ടിയുടെ അടിയിൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്? വേണ്ടാത്തടത്തൊക്കെ പോയി കുഞ്ഞു നോക്കണം. എന്തിനാണ്? പിന്നെ അല്ല, ആരെങ്കിലും ടയർ മാറാൻ കിടന്നിട്ട് ഇങ്ങനെ നോക്കാൻ നേരത്ത് കാണത്തില്ല. ഇതിപ്പോ ഒന്നും ചെയ്യാൻ മേത്ത കണ്ടിച്ചിൽ നിൽക്കണല്ലോ അച്ഛൻ. ഞാൻ ഒരു കാര്യം പറയുവാണ്, ഈ സാധനം ഞാൻ വായിക്കും. അത് എടാ, എനിക്ക് നിന്റെ പെണ്ണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരു ചായ ഉണ്ടാക്കാൻ അറിയാവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താന്ന് വെച്ച്
എന്തോ പരിപാടിയാ മോനെ ഈ കാണിക്കുന്നത്. അവളുടെ അച്ഛൻ നിനക്ക് സ്നേഹത്തോടു കൂടി ഒരു വണ്ടി തന്നു. ആ വണ്ടിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോ അത് മായ്ക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അവളൊരു സുന്ദരി കുട്ടിയായോണ്ട് അവള് ക്ഷമിക്കുമായിരിക്കും. അച്ഛാ അനുഗ്രഹിച്ചിരിക്കുന്നു മോളെ. പക്ഷേ നീ കാണിക്കുന്നത് തങ്കലിപിയിൽ എഴുതിയ വാക്കുകളാണ്. തങ്കലിപിയിൽ എഴുതിയ വാക്കുകൾ അതൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു മോനെ, പാടില്ലായിരുന്നു. അച്ഛാ എനിക്കറിയാമത്തോട് ചോദിക്കുകയാണ്, എന്തുവാ? നിങ്ങൾ ഇരുമുഖനാണ്. നിങ്ങൾ എല്ലായിടത്തും മാറി തിരിച്ചാൽ നിങ്ങൾ കുമ്പിടിയാണ് അച്ഛൻ. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നു. പിന്നെ നമ്മളെ ബന്ധുക്കളെല്ലാം പറഞ്ഞു പുതിയ താറ് വന്നില്ലേ, ആ. ഇത് വാട്സാപ്പിലോട്ട് ഒന്ന് സെൽഫി അയക്കാൻ പറഞ്ഞു. രണ്ടുകൂടെ ചേർന്ന് കേട്ടാ നല്ലത് നല്ല ഫേസ്ബുക്കിൽ ഇടുവോ? ഫേസ്ബുക്കിലോട്ട് ഫോട്ടോ എടുത്തിട്ടാ? എന്താ അച്ഛാ അച്ഛനും കൂടെ വേണ്ടേ ഫോട്ടോ? അങ്ങനെ അച്ഛനില്ലാതെ പറ്റില്ല. അച്ഛനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? എടുക്കൂ. അച്ഛനെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അച്ഛനെ കിട്ടുന്നുണ്ടോ? ഇല്ല നോക്ക്. കറക്റ്റ് അച്ഛനെ കിട്ടുന്നുണ്ടോ നോക്ക്. നല്ലതല്ല അച്ഛാ. അച്ഛൻ ഇപ്പൊ കറക്റ്റ് അല്ലേ? കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? എടുത്തോ. എടുത്തോ. ഓക്കേ, താങ്ക് യു. മോളെ, അച്ഛന് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അച്ഛൻ ഇത്രയും നേരം പറയാതിരുത്. മകളെ, ഈ എഴുതിയിരിക്കുന്ന വാക്ക് തെറ്റാണ്. അത് മാറ്റാൻ പറ്റത്തില്ല അച്ഛാ. അതെന്ത്? അത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. നമ്മൾ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ നമ്മൾ പോകാൻ വേണ്ടിക്കുക. ഈ സ്വന്തക്കാരുടെ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ ഈ ദിവാകര കയ്യിൽ ഈ നാട്ടിലൊരു വിലയുണ്ട്. അത് കണക്കാണ് എന്റെ അച്ഛൻ സ്വന്തക്കാരൻ നമ്മൾ ഇതിലേ പോകത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓ, പിന്നെ? ഇത് ഞാൻ മായി. അങ്ങനെ ദിവാകര കൈമളുടെ വീട്ടിൽ വന്നിട്ട് പരിപാടി എന്റെ അച്ഛൻ എഴുതിയത് വാച്ചാ. എന്റെ അച്ഛന്റെ പേര് വാച്ച്. അച്ഛൻ മോശമാണ് അച്ഛൻ കാണിക്കുന്നത്. അതിപ്പോ കഷ്ടപ്പെട്ട് കൊടുത്തോട്ടൊരു സംഭവമില്ല. അതിനകത്ത് ഇങ്ങനെ മാറ്റി നമുക്ക് ഭയങ്കര വിഷമമില്ല അച്ഛാ. ഞാനത് അങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ ഒരു അച്ഛൻ കാണിച്ചത് ഭയങ്കര മോശമായി പോയി അച്ഛാ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛൻ ചെയ്തത്. തെറ്റായി പോയി. ഞാൻ ഒരു സോറി പറഞ്ഞാല പറയണോ അച്ഛാ? പറയണം. തെറ്റാണ് അച്ഛൻ ചെയ്തത്. നമുക്ക് എന്തോ അത്ര വിഷമായെന്നറിയോ? വിഷമിക്കണ്ട കേട്ടോ. കേട്ടോ, നമുക്ക് വേറെ സെറ്റ് ചെയ്യാം. അച്ഛ അതിന് പ്രായച്ചിത്തം 4x4 16 അറിയത്തില്ല. പിന്നെ അവരെഴുതി വെച്ചേക്കോ. അച്ഛൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം മാച്ചപ്പം വേറെ സ്ഥലത്ത് എഴുതി വെച്ച്. മക്കളെ, നീ വന്നടി. അച്ഛൻ അവിടെ സോറി എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛൻ സോറി എന്ന് എഴുതി. ഇനി അച്ഛൻ ഇങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. സോറി. എന്നാണ് ഇത്? കടിക്കു പോയത്? എന്തോ അച്ഛാ കാണിച്ചത്? തെറ്റ് ചെയ്തതിന് സോറി പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. അതാണ് വേണ്ടത്. ക്ഷമിക്കണം. എടാ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഹലോ ആ പറയാച്ചാ. അത് ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്ത് വീണ്ടും? അയ്യോ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അതേ, ചേട്ടന് സംഭാവന തന്ന് അച്ഛനും മതിയായില്ലെന്ന്. ഒരു ശ്രീധര സഹാരം കൊണ്ടുവരുവാൻ പോവാണെന്ന്. തന്നെ? എന്താണെന്നറിയോ? ഒരു ആന. അയ്യോ, എന്താ? ഒരു കാറ് കൊണ്ടുവന്നപ്പോഴേ അതിനകത്ത് ഇമാതിരി സാധനങ്ങൾ എഴുതി വെച്ചു. അപ്പൊ ഇനി ഒരു ആനയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും എന്റെ ദൈവമേ എഴുതി വെക്കുന്നത്? അത് കുഴപ്പമില്ല. ഇതുപോലെ പെയിന്റ് വെച്ച് അങ്ങ് മാറ്റി വിട്ടാ പോരെ. എടാ, കാറിന് ജീവനില്ല, പക്ഷെ വരുന്നത് ആനയാ. ആനക്ക് ജീവനുണ്ട്. അതെന്നെ എന്നേക്കുമായി മായ്ച്ചു കളയും. നല്ല കയ്യടിയാവാം. നല്ല സ്കിറ്റായിരുന്നു പ്രസാദേട്ടാ. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കല്യാണത്തിനും അതുപോലുള്ള പല ഫങ്ഷൻസിനും ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുക, അതവിടെ പുസ്തകത്തിൽ എഴുതി വെക്കുക, കുറച്ച് കവർ അവിടെ വെച്ചിട്ടുണ്ടാവും, കവറിനകത്ത് പൈസ വെക്കുക, പൈസ വെച്ചിട്ട് ആ പൈസ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ വേറൊരു പുസ്തകത്തിൽ എഴുതി കൃത്യമായിട്ട് വെക്കും. ഞാൻ 500 രൂപ തന്നു, 2000 തന്നു എന്ന്. നമ്മുടെ എറണാകുളത്ത് ആ സംഭവം ഇല്ല. പക്ഷെ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാറ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര എക്സാജറേഷനാണ്. ആരായാലും നിങ്ങൾ ഐഡിയ കൊണ്ടുവന്നത്. ഹാസ്യത്തിൻ്റെ പേരിൽ അത് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൊള്ളാം, നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാം പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടത്ര ഒരു ചിരി ഇതിനകത്ത് വന്നില്ല. ചിരിക്കാനുള്ള എലമെൻറ്റ് വളരെ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഗംഭീരമായിരുന്നു. ക്ലൈമാക്സിന് പവറില്ലാത്തതുകൊണ്ട് സൂത്ര കള്ളന്മാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് അവസാനം നല്ല പവറിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്ത് അങ്ങ് ഒപ്പിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ആ ബുദ്ധി നല്ല ബുദ്ധിയാണ് കേട്ടോ. അത് സാധാരണ പവർ ഇത്തിരി കുറഞ്ഞാലും നമ്മൾ പ്രസൻറ്റേഷനിൽ നല്ല പവറാക്കി എടുക്കാനുള്ള നിങ്ങളുടെ ബുദ്ധിക്ക് നല്ലൊരു കയ്യടി. ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ പറയും. ചേട്ടാ, നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കാരണം കാറ് കൊടുത്തിട്ട് കാറൊക്കെ ഇഷ്ടംപോലെ 1ഉം 2ഉം കാറൊക്കെ ഇപ്പോൾ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കണ ആ സാധനമൊക്കെ നല്ല കണ്ടന്റിൽ നല്ലൊരു എലമെൻ്റ് ആയിരുന്നു. അത് കോമഡി എലമെൻ്റ് ആയിരുന്നു. പിന്നെ തമാശകൾ ഇത്തിരി കുറവുണ്ടായിരുന്നു. പെർഫോമൻസ് ബേസിൽ 3 പേരും നല്ല ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ.
ഇപ്പൊ ശംഭു ആയാലും ശംഭുവിന്റെ പെൺവേഷവും ആ പാട്ടിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ശംഭുവും അതുപോലെ തന്നെ ദീപും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. എവിടെയൊക്കെ കുറച്ച് ശകലം പൊടിക്ക് തമാശകൾ നിങ്ങളുടെ പെർഫോമൻസ് നേരത്തെ വെച്ച് നോക്കുമ്പോൾ ആ പ്രകടനം വെച്ച് നോക്കുമ്പോൾ തമാശകൾ ഇത്തിരി കുറവുണ്ടായിരുന്നു. കണ്ടന്റ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ തോന്നണ ആ സോറി എന്ന് എഴുതി വെച്ചപ്പോൾ അതൊരു ചെറിയൊരു പുതുമയുണ്ടായിരുന്നു. അത് തന്നെയല്ല 4x4 ഇടയിൽ കൊണ്ടുവന്ന് 16 എഴുതിയത് വലിയ ബ്രില്യൻ്റ് ആയിട്ട് സാധനമാണ്. കാരണം താറിൽ ഏറ്റവും വലിയൊരു സാധനമാണ് 4x4 എന്നുള്ളത്. അത് പിന്നെ അത് ഓപ്ഷൻ തന്നെ എടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ 4-4-16 എന്നുള്ള സാധനം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള തമാശയായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി തമാശകൾ ഉണ്ടായിരുന്നെങ്കിൽ പഴയ ലെവലിൽ എത്തിയേനെ. കുറച്ച് പൊടിക്ക് തമാശ കുറവുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അത് സെറ്റ് ചെയ്ത് കളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അതൊക്കെ തന്നെ നല്ല കണ്ടന്റിൻ്റെ അകത്ത് നല്ല തമാശകൾ നിറയ്ക്കാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയില്ല എന്ന് വേണേൽ പറയാം. തന്നെ ശംഭുവിനൊന്നും കളിക്കാനായിട്ടുള്ള ഏരിയകളില്ലായിരുന്നു. അതില്ലാത്ത കൊണ്ടാണ് അവിടെ ആ ഡാൻസ് പോസ്റ്റ് ചെയ്തത് അല്ലേ, ആ ഡാൻസിൻ്റെ ഏരിയ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴും അതിൻ്റെ അകത്ത് കൗണ്ടറിൻ്റെ ഒരു ക്ഷാമം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മനുവിനെ കാണുമ്പോൾ ഈ CI പോളില്ലേ ചേട്ടൻ്റെ കറക്റ്റാണ് കേട്ടോ. പല ആംഗിളും ആ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ചില ലുക്കുകളൊക്കെ അതേപോലെ കിട്ടുന്നുണ്ട്. പുള്ളി ആർമാദിച്ച ഒരു സിനിമയാണ് ഏറ്റവും അവസാന സമയത്തൊക്കെ ഇറങ്ങിയ നമ്മളെ ഈ പകൽപൂരമാണ്. പകൽപൂരം. അതിനകത്ത് ഇങ്ങനെ ഈ റേഞ്ചിലെ കളി അല്ല, പുള്ളി നല്ല ടെമ്പോ നല്ല ഹൈ റേഞ്ചിലാണ് നിന്ന് കളിക്കുന്നത്. ഏത് സിനിമ എടുത്താലും പുള്ളിയുടെ ശബ്ദം അതേപോലെയാണ് മനു നിന്ന് ചെയ്യുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ചെയ്തു എങ്കിൽ പോലും തമാശയുടെ കുറവ് ഒരു വലിയ കാര്യം തന്നെയാണ്. അതറിയാമല്ലോ. അടുത്ത പ്രാവശ്യം അതിനെ ശ്രമിക്കുക, തമാശ കൊണ്ടുവരണം. കാരണം നിങ്ങൾ 3 പേരും നല്ല ഒരു ജോഡികളാണ്. അപ്പം നല്ല തമാശ കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആർക്കും വലിയ രീതിയിലൊന്നും കളിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് സബ്ജക്റ്റിൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. അടുത്ത പ്രാവശ്യം അത് ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള തമാശകളൊക്കെ ആയിട്ട് വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ സ്കിറ്റിലെ മാർക്സ് ആരാണ് ആദ്യം? ഞാൻ തരാം. നസീർക്ക. ഞാനൊരു 11,000 രൂപ കൊടുക്കുകയാണ്. 11,000 രൂപ. ഞാനും 11,000 രൂപ. അപ്പൊ 22,000 രൂപ പ്രസാദ് അയച്ചോ. അവിടെ തരാം. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അടുത്ത നമുക്ക് കയറ്റി പിടിക്കാം അല്ലേ ചേട്ടാ? അത്രേ ഉള്ളൂ. ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റമേരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ചെറുതുകൾ കണ്ടിട്ടില്ലേ? അവരാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആയുധത്തിനുണ്ട്, തീർത്ഥമോളുണ്ട്, അനിരുദ്ധുണ്ട്. ഒരു നല്ല കൈഡി. കൃഷ്ണ, ഞാൻ ഈ അക്ഷയ സെന്ററിൽ വന്നിട്ട് 5 വർഷമായി. എന്നും രാവിലെ തൂത്ത് ഉടച്ച് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി ചെയ്യണം. എന്റെ ഭഗവാനെ, പണി ചെയ്യാതെയും കഷ്ടപ്പെടാതെ എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റിയ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ. അതെങ്ങനെയാ? തൂക്കാനും തുടയ്ക്കാനൊക്കെ ഇവിടെ ഒരുത്തിയുണ്ട്. അവള് വരുമ്പോഴേക്കും ഞാൻ തന്നെ തൂത്ത് ഉടച്ച് ഇതിനകത്ത് കയറിയിരിക്കേണ്ട അവസ്ഥ. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തന്മാര് വരും, മേഡം അത് ശരിയാക്കണം ഇത് ശരിയാക്കണം. കേൾക്കുമ്പോ കേറും കലി. അയ്യോ മായേ, അയ്യോ ദാ വന്നു. സാധാരണ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ കൂടെയുള്ള സ്റ്റാഫ് വരുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം സമാധാനമോ. പക്ഷെ എനിക്ക് അവരെ കാണാൻ ഇറിറ്റേഷനാ. അതിനെങ്ങനെ മായ ഐ ലവ് യു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ദാ വരുന്ന എന്റെ ഭഗവാനേ. പുഷ്പമായിരിക്കും, പക്ഷെ ഇതെന്റെ ഹൃദയമാണ് മായേ. സ്വീകരിച്ചാലും. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും മായേ. ചവിട്ടി തറക്കരുത്. ഹാർട്ട് അറ്റാക്ക് വരട്ടെ, അതെന്റെ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചവിട്ടുന്നത്. പക്ഷെ നീ ചവിട്ടി അരക്കുന്നത് നിന്നെ തന്നെയാണ് മായേ. എന്നെ തന്നെയോ? എന്റെ ഹൃദയം നീയല്ലേ മായേ? നീ ഇവിടെ കാണുന്നത് ഒരു അക്ഷയ സെന്റർ മാത്രമാണ്. പക്ഷെ ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു അക്ഷയപാത്രത്തിനെ നീ കാണുന്നില്ല. അക്ഷയപാത്രം? എന്തിന്റെ അക്ഷയപാത്രം? സ്നേഹത്തിന്റെ അക്ഷയപാത്രം. എന്നിൽ നിന്ന് എത്ര സ്നേഹം തന്നാലും അത് തീരുന്നില്ല മായ, തീരുന്നില്ല. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ അക്ഷയ സെന്ററിൽ വരുമ്പോഴാണ്, ഈ മായയുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത്. ഒത്തില്ല കേട്ടോ, എനിക്കിത് മതി മായേ. ഇത് പോരെ?
എന്നാ അവിടെ എങ്ങാനും പോയിരിക്കും ഇപ്പൊ. അയ്യോ അതല്ല, എനിക്ക് ഇത് മതിയെന്ന്. പോയടോ. എന്റെ പുറകെ നടത്തി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഉറപ്പാ കംപ്ലൈന്റ് ചെയ്യും. ആ ചെയ്യും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മൾ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയുമ്പോ നമ്മളങ്ങ് എന്തെങ്കിലും ആയി പോകരേ. അതേപോലെ എന്റെ അടുത്ത് വല്ലതും കാണിക്കണം. ഞാൻ എന്തെന്ന് അറിയാമോ? എന്ത് നീ കംപ്ലൈന്റ് ചെയ്തു നോക്കടി. ചെയ്യും. കംപ്ലൈന്റ് ചെയ്യല്ലേ? അയ്യോ കംപ്ലൈന്റ് ചെയ്യില്ല, എനിക്ക് ആകപ്പാടുള്ള ജോലിയാണ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അക്ഷയ സെന്ററിൽ വരുന്നത് തന്നെ. അപ്പൊ ഇവിടെ നടന്ന ശമ്പളോ? അതല്ലേ എനിക്കുള്ള റിലാക്സേഷൻ. റിലാക്സേഷൻ എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. കുറച്ചേരം അവിടെ എങ്ങനെ പോയി ജോലി ചെയ്യും പ്ലീസ്. എപ്പോഴും ജോലി ജോലി ജോലി. അതിനല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഹലോ എങ്ങനുണ്ട്? ഹലോ എങ്ങനെ ഉണ്ടെന്നോ? അടിപൊളി ഇടിവെട്ട് പടമല്ലേ? ലാലേട്ടാ തൂത്തുവാരി കടുകിട്ട് വെറുത്തൊരു കടക്കണ്ണും മടിച്ചെന്നെ കുടിപ്പിച്ച് കിടത്തല്ലേ മിടിക്ക് പെണ്ണേ. സോറി കൊച്ചേ, ഇത് അക്ഷയ സെന്റർ ആണോ? അതേലും എന്താ? ഇവന്റെ കോപ്രായം കണ്ടിട്ട് മെന്റൽ ഹോസ്പിറ്റലാന്ന് തോന്നി. എനിക്കുണ്ട് തരാം. അല്ല എന്തിനാ വന്ന? എന്താ കാര്യം? എന്താ? സർട്ടിഫിക്കറ്റ് വേണം. തന്റെ അസുഖത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടില്ല, വല്ല മെന്റൽ ആശുപത്രിയിൽ പോയി വാങ്ങി. ഓ പകരത്തിന് പകരം. എടോ എവരി ഹാസ് an equal and opposite reactions. അയ്യോ ഇത് ന്യൂട്ടന്റെ ലോ അല്ലേ? അതിങ്ങനല്ല. പിന്നെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ? അങ്ങനെ തന്നെ മായ പറഞ്ഞത്. അങ്ങനെ തന്നെ വല്ല തെറ്റുണ്ടെങ്കിൽ ന്യൂട്ടന് തെറ്റിയതായിരിക്കും, മായ്ക്ക് തെറ്റാറില്ല. ഇവിടെ എന്റെ കാര്യം പറ. ഞാൻ ആന്റണി പെരുമ്പാവൂർ. എടോ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആന്റണി പെരുമ്പാവൂരല്ല. പിന്നെ ഇത് വേറെ പെരുമ്പാവൂരുള്ള വേറെ ആന്റണി. ഇതാണ് പ്രശ്നം. ഞാൻ വന്ന എന്തിനും ചോദിച്ചു. അത് എനിക്കങ്ങ് പറഞ്ഞാ എന്ത്? ഒരു സ്ഥലത്ത് വന്ന് അധിക പ്രസംഗം നടത്തുന്നവനല്ലേ ഈ ആന്റണി പെരുമ്പാവൂര്. താന്ന് പ്രസംഗിക്കാതെ വന്ന കാര്യം പറയണോ? പേര് മാറ്റണം. ആ അത് ഞാനും വിചാരിച്ചിരിക്കാന്ന്. കണ്ട വരുന്നവരെല്ലാരും പറയുന്നടി നിന്റെ ഈ മായ എന്നുള്ള പേര് മാറ്റിട്ടെ. എന്നിട്ട് ഈ മുഖത്തിന് ചേർന്ന പേരല്ലേ ഈ മായ. നിന്റെ മുഖത്തിന് ആ കൊച്ചിന്റെ പേര് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേര് എനിക്ക് മാറ്റണം. അപ്പൊ ചേട്ടൻ എന്തിനാ ചേട്ടന്റെ പേര് മാറ്റണേ? അത് പറഞ്ഞു കഴിഞ്ഞാ ഈ ആന്റണി പെരുമ്പാവൂർ രണ്ടെണ്ണം ആകുമ്പോ ഡയലക്ടർ കൺഫ്യൂഷൻ ആവൂലേ? അപ്പൊ വേണ്ട, പെരുമ്പാവൂർ ഒറ്റ ആന്റണി മതി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ത്യാഗമൊന്നും ചെയ്യരുത് കേട്ടോ ഏട്ടാ. ത്യാഗോ? നിങ്ങൾക്ക് അറിയാമോ, ദുബായിന്നും അമേരിക്കന്നും UK-ന്നും ഒക്കെ എനിക്ക് കോള് വരുവാ. ഹലോ ആന്റണി പെരുമ്പാവൂരല്ലേ? 10 കോടിയുടെ സിനിമ ചെയ്യാമോ? ലാലേട്ടന് വെച്ചിട്ട് ചെയ്യാമോ? എന്നാൽ 100 കോടി ലാഭം കിട്ടും. ഇട്ട് തൂത്ത് വാരാ. മിക്കവാറും ഇങ്ങനെ തൂത്ത് വാരേണ്ടി വരും. ഞാനൊന്നും പറഞ്ഞോട്ടെ. 50 കോടി സിനിമ നിർമ്മിക്കാമോ? 200 കോടി കിട്ടും. ഇവിടെ മനുഷ്യന് കക്കൂസ് നിർമ്മിക്കാൻ കാശില്ല. അന്നേരം കോടികൾ വെച്ച് സിനിമ നിർമ്മിക്കാൻ പോകുന്നു. ഒരു കാര്യം മനസ്സിലായത്, ആ പാവം ആന്റണി പെരുമ്പാവൂർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ? എത്ര കോളായിരിക്കും ഒരു ദിവസം വരണത്? അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പേര് മാറ്റണം. അപ്പൊ ചേട്ടന്റെ പേര് മാറ്റണല്ലേ? ഓ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ അച്ഛൻ വായിക്കണ സമയമില്ലേ. ഇപ്പൊ പേപ്പർ എങ്ങനെ എടുത്തോണ്ട് വരും? വേണമെങ്കിൽ പൈസ കൊടുത്ത് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചേരാം. ചേട്ടാ ന്യൂസ് പേപ്പർ അല്ല, ചേട്ടന്റെ പേര് മാറ്റണോ? ഓ അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ SSLC ബുക്ക് വേണം. അത് ബുക്ക് ചെയ്ത കിട്ടുമെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ. എടാ ഹാസ്യ ശിരോമണി, നീ പറയുന്നത് കേട്ടാ എത്തിക്കൈ വെച്ച് അടിക്കേണ്ടി വരും. എന്തുവാണോ ഇത്? തനിക്കൊരു വിവരവും ഇല്ലേ? സോറി, അത് അല്ല എന്തോ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. SSLC ബുക്ക്, അതായത് ചേട്ടന്റെ 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ്സിൽ വേണോ? മറന്നു. ഒരു വഴിക്ക് വരുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് വരണ്ട. അങ്ങനെ മറക്കാവുന്നതാണോ ഇത്? കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് വേഗം എടുത്തോണ്ട് വന്നാ മതി. അതല്ല, 8ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയ്ക്ക് എല്ലാം മറന്നു. 10ാം ക്ലാസ് ഒന്നും ഞാൻ എഴുതിയില്ല. സ്കൂളിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. അത് മതിയാ? അത് കണ്ട ആ ഫയലിനകത്തുണ്ട്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമേ. എന്റെ സ്കൂളിലാണ് സർട്ടിഫിക്കറ്റ്. കാണ്ടിരിക്കുന്നതാ. എന്തുവാണോ ഇത്? അത് 5ാം ക്ലാസ്സിൽ ഓട്ടത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഫസ്റ്റോ? എനിക്കോ? ഇത് ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന് കാറി വിളിച്ചപ്പോ ടീച്ചർ കൊണ്ട് തന്നത്. ചുമ്മാ അല്ലേ, കാറി വിളിച്ചാ പിന്നെ ഓട്ടത്തിനങ്ങ് പ്രൈസ് കൊടുക്കില്ല. ഓട്ടത്തിനല്ല, പിന്നെ 5 മണിക്കൂർ നിർത്താതെ കാറ് വിളിച്ചതിനുള്ള വേൾഡ് റെക്കോർഡ്. അപ്പൊ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചെയ്തു ഇല്ല? ഇല്ല. അപ്പൊ ചേട്ടന്റെ അച്ഛന്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചെയ്തതിനും കിട്ടിയാലും മതി കേട്ടോ. എന്റെ ആ പൊന്നു കൊച്ചെ, ഞാൻ 8ാം ക്ലാസ്സിൽ 8 തവണ പൊട്ടിയെന്ന് പറയുന്നു. എന്റെ അച്ഛന്റെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വരെ അറിയാം. നേരം വില്ലേജ് ഓഫീസർക്ക് അറിയില്ലേ?
അപ്പൊ വില്ലേജ് ഓഫീസറുടെ എഴുതി ഒരു പേപ്പർ കൊണ്ടുവന്നാ മതി, എഴുത്ത് കൊണ്ടുവന്നാ മതി. അപ്പൊ നമ്മളത് അപേക്ഷിക്കണം. പിന്നെ ഞാൻ അപേക്ഷിക്കണോന്നാ? ഞാൻ ഇനി എന്റെ പേര് മാറ്റാൻ വേണ്ടി നിന്റെയൊക്കെ മുന്നിൽ ചേച്ചി എന്റെ പേരൊന്ന് മാറ്റി തരുമോ, ചേച്ചി ചേട്ടാ എന്റെ പേരൊന്ന് മാറ്റി ചേട്ടാ എന്ന് പറഞ്ഞ് അപേക്ഷിക്കാടാ. അയ്യോ ചേട്ടാ, അങ്ങനെ അപേക്ഷിക്കണമെന്നല്ല. വില്ലേജ് ഓഫീസർ എഴുതി സീലൊക്കെ വെച്ചൊരു പേപ്പർ ഇങ്ങോട്ട് തരും. അത് നമ്മൾ ഗവൺമെന്റിന് അപേക്ഷിക്കണം. അപ്പൊ ഒരു 30 ദിവസം കഴിഞ്ഞാൽ പേരൊക്കെ മാറ്റി കിട്ടും. എത്ര ദിവസം? 30 ദിവസം. അത്രയൊന്നും പറ്റൂല. എങ്കിയേ ഒരു വെറ്റിലയും ഒരു കറുത്ത നൂലും മാറ്റോണ്ട് വാ. തന്റെ 28 ഇവിടെ നടത്തി തരാണോ, എന്നിട്ട് പേര് മാറ്റി ഞാൻ വിളിക്കാം. കുട്ടി ചിരിക്കണില്ലേ? എന്തിന്? അവന്റെ 28 കോമഡി കേട്ടില്ലേ? അവന് 1 man ഷോയ്ക്ക് എടുക്കാം, കൊള്ളാം. അവന് 1 man ഷോയ്ക്ക് എടുക്കണം. കാരണം ഒന്നറിയാമോ, ഒറ്റ അടിക്കല്ലേ 28 കൗണ്ടർ കടിച്ചു തീർക്കുന്നു. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വല്ലവരും വരുമ്പോ ഇവിടെ കടന്ന് ആവശ്യമില്ലാത്ത കോമഡി അടിക്കരുത്. ഇപ്പൊ ഞാൻ എന്തോ വേണം? സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വേണോ? സർട്ടിഫിക്കറ്റാ? പൊന്നു കൊച്ചേ, ഓ യവനെ ആശുപത്രി കൊണ്ടുപോകണം, സൂക്ഷിക്കണം. ആശുപത്രി കൊണ്ടുപോയി സൂക്ഷിക്കാൻ ഞാൻ എന്താ അസ്ഥി കൂടോ? ഒരു കൂടം കിട്ടിയായിരുന്നു, ഇവന്റെ അസ്ഥി അടിച്ച് ഒടിക്കായിരുന്നു. എടാ എന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഉണ്ടോ? എന്നിട്ടാണ് വെച്ചോണ്ടിരിക്കണേ. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഇതിനകത്തുണ്ട്, എടുത്തോണ്ട് പോ. എന്തോ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. സ്ഥിരമായിട്ട് താമസിച്ച് കിട്ടുന്നോണ്ടല്ലേ അതിനെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കണത്. പിന്നെ അങ്ങനെ അത് അതിനകത്തുണ്ടാവും, താമസിച്ചല്ലേ കിട്ടത്തുള്ളൂ. വേറെ വല്ലോണ്ട് പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. ഞാൻ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ നമ്മുടെ വില്ലേജ് ഓഫീസറിന്റെ അടുത്ത് ചോദിച്ചു. അങ്ങേര് പറയുക ആ പൊസിഷനിൽ ഇരുന്നോണ്ട് എത്ര സർട്ടിഫിക്കറ്റ് വേണോ തരാന്ന്. ഇനിയിപ്പോ എന്തോ വേണം? ഇനിയിപ്പോ നോക്കി ഇവിടെ നിന്ന് പറ നേരെ അതായത് അങ്ങോട്ട് കൊടുത്തേരെ. അങ്ങോട്ട് കൊടുത്തേരെ. ഓ കുട്ടി, ഓ ഇതാ ശരിയാക്കിയോ? ഓ ഒരു മിനിറ്റ്. അതെ, മനസ്സിലൊന്ന് വെച്ചോണ്ട് പുറത്ത് വേറൊന്നും കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. കുട്ടിയെ കണ്ടപ്പോ തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമല്ല പറയരുത് പ്ലീസോ. എടാ എന്താടോ ഇത്? എന്താണോ സ്വപ്നമാണ്, ഇതൊന്ന് ശരിയാക്കി തരണം. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്, വേറെ ഒന്നും കൊണ്ടല്ലേ. ഇത് മാഡം പറ്റില്ലെന്ന് പറയുന്നത്. തന്റെ സ്വപ്നം വായിച്ചോക്കെ നോക്കണം അങ്ങോട്ട്. എന്റെ കണ്ണാടി കണ്ണാടി അവിടെ വെയി. എനിക്ക് അറിയില്ല, ഇഷ്ടമല്ലെന്ന് പറയരുത്. എന്താ പേര്? മായ. മായ. ശരിക്കും ഇത് സത്യമാണോ? അയ്യോ സത്യമല്ല, സത്യമല്ലത്. സത്യ സത്യാണല്ലേ? ഞാനിവിടെ നേരത്തെ വരേണ്ടതായിരുന്നു. കാര്യം അറിയാതെ കിടന്ന് പറയല്ലേ. ഇതൊക്കെ എന്തോ അറിയായിരിക്കുന്നു. നീ ഉണ്ടായിരുന്നേ. ഞാനും മായായിട്ടുള്ള വിഷയമാണിത്. മായ, ഓ ഞാനിവിടെ നേരത്തെ വരേണ്ടതായിരുന്നല്ലേ? അതെ. ആ പേപ്പേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരാൻ ശരിയാക്കി തരാം. എന്തിന്? ഈ പേപ്പേഴ്സ് ഒക്കെ എന്റെ മായ ശരിയാക്കി തരും. അല്ലേ മായ? തീർച്ചയായും ആന്റി ഏട്ടാ. ആന്റി ഏട്ടനാ? മിസ്റ്റർ സോമൻ കല്യാണം കഴിക്കാൻ പോണ വ്യക്തിനെ ഒരിക്കലും പേര് വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ആന്റണിയെ ഞാനിനി ആന്റി ഏട്ടാന്നേ വിളിക്കൂ. മാ. ആന്റി മായ, അത് മിമിക്രി ഡോക്ടർ സംഘടനയല്ലേ? അത് മാ. ഇത് മായയുടെ മായും ആന്റിയുടെ ടീം മാന്തി. മിക്കവാറും ഇങ്ങനെ ഞാൻ മാന്തി പറിച്ചിനെ എടുക്കും. മായേ, ആന്റി മായേ, ആന്റി മായാണ്ടി, ഒന്നും മിണ്ടാതിരിക്കണ. എടി നിനക്ക് വല്ല നാണമുണ്ടോ? എടി എത്ര വയസ്സിന് മൂത്ത ആളാടി ഇത്. അയാൾക്ക് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ കാണുമോടി? അപ്പൊ നിനക്ക് അറിയാം എനിക്ക് ഭാര്യയും കൊച്ചും ഉണ്ടെന്നും ഞാൻ ഈ കൊച്ചിനെ കാട്ടി കുറെ മൂത്തതാണെന്നും അല്ലേ? എന്നിട്ടാണോ നീ എന്റെ ഫയലിന്റെ കൂട്ടത്തിൽ ലവ് ലെറ്റർ വെച്ച് കൊടുത്തത്? ആ കൊച്ചിനെ കയ്യക്ഷരം അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലാതെ എന്റെ അവസ്ഥ എന്താവുന്നു നീ ആലോചിച്ചാടാ? നീ ആലോചിച്ചാ? ആ കൊച്ചു ആ ലെറ്ററിന്റെ താഴെ എഴുതി വിട്ട് നിനക്കിട്ടൊരു പണി തരണം, എന്റെ കൂടെ നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിന്റെ കൂടെ ആ നാടകത്തിൽ നിന്നത്. പക്ഷേ ചെകടിച്ച് കുടിക്കണം. എടോ ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന്. തനിക്കെന്താ മനസ്സിലാവുന്നില്ല? ബുദ്ധിയില്ലേ? എടാ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കാവൂ. എനിക്കെല്ലാം മനസ്സിലായി മായ. ഞാൻ ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ കാണില്ല. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പോവുകയാണ്? തിരിച്ചടി നീ പോകണം സോമ. പോവും. ഇനി എന്തിനാ നിക്കണേ? ഇറങ്ങി പോയിട്ട് സമാധാനം കിട്ടും. അല്ല ജോലിക്ക് കഴിഞ്ഞിട്ടൊക്കെ പോരാ, വൈകുന്നേരം പോവാം. വൈകുന്നേരം? ഓ വൈകുന്നേരം പോയാ എന്തുവാണ് ഇത്? സെന്റി അടിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ എങ്ങനെയാണ് ചേട്ടാ? ചേട്ടൻ പേര് മാറ്റണ്ടേ?
ഈ ബുക്കും ഈ ഫയലും അങ്ങനെ കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. ഏയ് അങ്ങനെ പറയില്ലേ, അവസാന ദിവസമല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത്, വായിച്ചിട്ട് പോടേ. വായിച്ചിട്ട് പോ. മിണ്ടാതെ ശല്യപ്പെടുത്താതെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്കൊക്കെ, സോമേട്ടന് ഓക്കെയാണ്. എന്നാ എനിക്കും ഓക്കെ. രണ്ടുപേരും ഓക്കെ ആണോ പിന്നെ ഞാനും ഓക്കെ. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല കൈയടിയാവാം, ഉഷാർ കൈയടിയാവാം. സാട്ടാ, ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th, 9th, 7th, 9th. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറുകഥ പോലെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. അതിന് നല്ലൊരു കയ്യടി ആദ്യമായി നൽകുന്നു. പിന്നെ ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ ഇത് കാണുന്നവരുടെ ഒരുപാട് പേരുടെ മനസ്സിൽ തട്ടുന്ന ഒരു സാധനം കൂടിയാണ്. അത്രയും ഡെപ്ത് ഉണ്ട് ഇതിനകത്ത്, മനസ്സിലായില്ലേ? കാരണം അതിനകത്ത് നല്ലൊരു മെസ്സേജ് നിങ്ങൾ തന്നു. നിങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റാണ് ആ പേര് മാറ്റണമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. അതുപോലെ തന്നെ അതിനകത്ത് കുറേ നല്ല നല്ല കൗണ്ടേഴ്സ് ഉണ്ട്. എന്തായാലും ഗംഭീരമാണ് നിങ്ങളുടെ പരിപാടി. നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഇനി അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയും. വളരെ നന്നായിരുന്നു. അടുത്തത് ഇതിലും ഗംഭീരമാക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നന്നായിരുന്നു മക്കളെ, നല്ല രസമായിരുന്നു. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് സാധിക്കേണ്ട പല കാര്യങ്ങളും അക്ഷയ സെൻറ്റർ വഴി നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പം ഒരുപാട് അക്ഷയ സെൻറ്ററുകളുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും ഉണ്ട് അവിടെ. അതേപോലുള്ള തിരക്കുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രണയം എങ്ങനെ മുട്ടിമുളയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും ത്രെഡ് നല്ലതായിരുന്നു. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നിങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി ചില പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളത് എടുത്തു പറയുന്നില്ല, എങ്കിലും മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചില ഗാനങ്ങളൊക്കെ ചില ഓവർലാപ്പുകൾ, പിന്നെ കളിക്കുന്നതിൻ്റെ മോഡുലേഷനെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ശബ്ദത്തിൻ്റെ വേരിയേഷൻസ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റിയെടുത്താൽ മതി കേട്ടോ. നന്നായിരുന്നു. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. നല്ല സ്ക്രിപ്റ്റായിരുന്നു. അത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, മക്കളെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം തുടങ്ങിയിട്ട് കുറച്ച് വലിവുണ്ടായിരുന്നു ഇതിനകത്ത്, കുറച്ച് വലിച്ചിലുണ്ടായിരുന്നു. നിങ്ങളുടെ അവതരണമൊക്കെ നല്ലായിരുന്നു, കുറച്ച് വലിച്ചിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പ്രേമലേഖനം കൈമാറുന്ന ആ സമയം തുടങ്ങിയിട്ടാണ് സ്കിറ്റിനൊരു ചിരി വന്നു തുടങ്ങിയത്. അതിക്ക് മുമ്പുള്ള കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്കിറ്റ് മനോഹരമുള്ളൊരു സ്കിറ്റായിരുന്നു. 3 പേരും നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്പെഷ്യലി പറയുമ്പോൾ നമുക്ക് ആര്യദത്തൻ നന്നായിരുന്നു കേട്ടോ. ആര്യദത്തൻ്റെ ആദ്യം തൊട്ടുള്ള അവസാനം വരെയും എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ പ്രേമം കാണിക്കുമ്പോൾ ഷാരൂഖ് ഖാനൊക്കെ നിൽക്കുന്ന പോലെ ഒരു മിനിയേച്ചർ ഷാരൂഖ് ഖാൻ്റെ ആക്ഷനൊക്കെ നന്നായിരുന്നു. ആക്ഷൻ നിൽക്കുന്ന കാര്യങ്ങൾ, ഡയലോഗ് ഉണ്ടായിട്ട് പോലും അതിന് മുടി ഇങ്ങനെ മാറ്റിട്ട് വിത്ത് ഡയലോഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു മക്കളെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് ആ പരിമിതികളൊക്കെ ഒന്ന് നന്നായിട്ട് പരിഗണിച്ചിട്ട് നല്ല രീതിയിലായിട്ട് വരണം. അപ്പോൾ ഈ അവസാന റൂട്ട് ആദ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ സ്കിറ്റായിട്ട് വരുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടും, അധികം പൈസയും കിട്ടും കേട്ടോ. ഇത് കൊള്ളാം, കുഴപ്പമുണ്ടായിരുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിനു വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങളായി അലയുവാ. ഏതോ അക്ഷയ സെന്ററിൽ എവിടെയോ പേര് മാറ്റാൻ പോയി. നമുക്ക് എന്തായാലും ഷാറുഖ് ഖാന്റെ ടീമിന്റെ മാർക്സ് ഇനി അത് വിളിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മാർക്ക് കൊടുക്കണ്ടേ നമുക്ക്. മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. അടുത്ത ആന്റണി പെരുമ്പാവൂരിനുള്ള മാർക്ക് കൊടുക്കും പ്രസാദേട്ടാ. ഒരു 8000 രൂപ. 14000 രൂപ ആയിട്ടുണ്ട്. മായ ബാക്കി എമൗണ്ട് 30,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ കൂടുതൽ വാങ്ങിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതിലും സെറ്റപ്പ് ആയിട്ടുള്ള സാധനം സനിപേട്ടനോട് എടുത്തു തരാൻ പറഞ്ഞു. ഓക്കെ മായ, ശരി. ഇനി ലാലട്ടൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. സത്യം ഷാറുഖ് ഖാൻ. ഓക്കെ ഇറങ്ങടാ. സാറേ, ഒരു സന്തോഷ വർത്തമാനം സാറിനുണ്ട്. മേനോൻ സാറിന് ഒരു കുഴപ്പമില്ല, കുറച്ച് ഭേദമായിട്ടുണ്ട്. അയ്യോ,
ഒരു കുഴപ്പമില്ലേ? ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവും? ഏ? ഡോക്ടറെ നേരത്തെ പറഞ്ഞൊരു മിറാക്കിൾ സംഭവിച്ചെന്ന്. അതെ. ഞാൻ അതുകൊണ്ട് അവരെ ബന്ധുക്കടുത്തെല്ലാം വിളിച്ചു പറഞ്ഞു. എന്തോന്ന്? മേനോൻ സാർ ഇളവാളവാസം ചത്ത് വാഹ പോണെന്ന് ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞത്. എന്റെ സാറേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ? മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. സാറിന് ശകലം ഭേദമായി എന്നാ ഞാൻ പറഞ്ഞത്. അത് മാത്രമാണോ? കുഴിയെടുക്കാൻ ആള് നിർത്തിയപ്പോ കുഴിയെടുത്ത് തീരാറായി. അറിയാമോ? പന്തലേറ് വന്ന് എല്ലാവരും ഇവിടെ വന്ന്. അത് മാത്രമല്ല, അമേരിക്കയിൽ അങ്ങനെ കോടീശ്വരൻ പുറത്ത് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് വരുന്നത്. അറിയാമോ? എന്റെ സാറേ, ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. ഞാനിത് എന്ത് ചെയ്യും? ഞാൻ ആരിത് എന്ത് മറുപടി പറയുന്നത്? സാറ് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു പോയി എന്ന് പറയാനുള്ള എത്തിക്സ് സമ്മതിക്കത്തില്ല. ഒരു 2500 കൊടുത്താൽ പുള്ളി സമ്മതിക്കൂ? ആര്? ലത്തീഫ്. എന്റെ പൊന്നു സാറ്, സാർ ഇത് എന്തോത്തിന് അവരെയൊക്കെ വിളിച്ചു വരുത്താൻ പോയത്? പിന്നെ ഞാനിത് എന്ത് ചെയ്യും? ഞാൻ ഇത് വിളിച്ച് പറഞ്ഞു പോയില്ല അവിടെ അടുത്ത്. സത്യത്തിൽ നിങ്ങൾ LLB എടുത്തിട്ടുണ്ടോ? എന്റെ അമ്മച്ചിയാണ്. ഞാൻ ആരും ഒരു വക ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയാണ് എന്നെ കള്ളാന്നല്ലേ വിളിക്കുള്ളൂ. വക്കീൽ ആർക്കും വിളിക്കൂ. ഇനി അങ്ങനെ മോൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ സാറിന്റെ ഉത്തരവാദിത്വം. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും മറുപടി? എനിക്കൊന്നും അറിയാൻ വയ്യേ. ഇല്ല, ഈ വീടിന് എന്തൊക്കെ കുഴപ്പമുണ്ടെന്നല്ലേ സാറ് നേരത്തെ പറഞ്ഞു. എന്ത് വരുന്നതൊക്കെ? വീടിന് കുഴപ്പമൊന്നാ? ഈ വീടിന് വേറൊരു കുഴപ്പമുണ്ട്. 2.5 ഏക്കർ പെരയിടത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. അറിയാമോ? ഈ വീട് എയർപോർട്ടുകാർ പൊന്നും വില കൊടുക്കാൻ തുടങ്ങി. ഈ മേനോൻ സാർ കൊടുത്തില്ല. അയ്യോ, ഈ വീട് നല്ല ഒന്നാന്തരം വീടല്ലയോ? അത് എന്തോ കാര്യത്തിന് കൊടുക്കുന്ന വീടിന് എന്തോ കുഴപ്പം? എന്തുവാ എന്തോ കുഴപ്പമെന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ വീടിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുവഴി അതാണ് കാര്യം. വേറെ വിഷയമൊന്നും അല്ല. ഞാനൊന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ലേ? ഇതാണ് സംഭവം. ഈ പ്ലേറ്റ് ഈ 5 മിനിറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സാറേ, എന്തുവാന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല. നിങ്ങൾ അങ്ങനെ മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണോ എനിക്ക് തെറ്റിദ്ധാരണ വന്ന് അവരെയൊക്കെ പറഞ്ഞയച്ചു? നിങ്ങൾക്ക് വിവരമില്ലെന്ന് ഞാൻ കരുതിയോ? എന്ത് ചെയ്യുന്ന അമേരിക്ക കണ്ടാ? ഫ്ലൈറ്റ് മാത്രമല്ല, ട്രെയിനൂടെ കയറ്റി ഇറക്കാനുള്ള പരിപാടിയാണോ അവന്മാര്? അതല്ല അമേരിക്ക. അല്ല സാമല്ല, അങ്ങനെയല്ല. എന്റെ പപ്പയോട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ വക്കീൽ സാറേ. ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. പപ്പയുടെ പേരിൽ ഫേസ്ബുക്കിൽ റോസാപ്പൂവിന്റെ പടം വെച്ചൊരു അക്കൗണ്ട് എടുത്തിട്ട് വേലക്കാരിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പപ്പ. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് പപ്പ. ഞാൻ മാത്രമല്ല, പപ്പയുടെ കോട്ടെടുത്ത് പാതിരാത്രി വേലക്കാരിയുടെ വാങ്ങിച്ചത് തട്ടി പപ്പ. ഞാൻ പപ്പ ഒരാളാ ഇതിനെ നിന്നെ ഞാൻ കൊല്ലോടാ. എക്സ്ക്യൂസ് മീ, അമേരിക്കയിലേക്ക് ഒരു കോൾ വിളിച്ചാരാ? ഞാനാ. കയ്യൊന്ന് നീട്ടിയേ. 1.5 ലക്ഷം രൂപയാ. അതെ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വന്നേ. ജീവിച്ചിരിക്കുന്ന എന്റെ പപ്പ മരിച്ചെന്ന് പറയേണ്ട കാര്യം എന്തോ? ജീവിച്ചിരിക്കുന്ന പപ്പ മരിച്ചെന്ന് പറയേണ്ട കാര്യം എന്തോ? എന്റെ ബിസിനസ് അല്ലേ അവിടെ ഡിലേ ആയത്? എന്റെ ബിസിനസ് അല്ലേ അവിടെ ഡിലേ ആയത്? നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? എന്റെ ബിസിനസ് ഡിലേ? അല്ല, സാറിനോട് എന്തോ ബിസിനസ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ചാറ്റ് പഠിക്കുന്ന പൊടിച്ച് എന്റെ വീടിനടുത്തല്ലേ? സ്റ്റാച്യു അടിക്കുന്ന പൊടിച്ച് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുമ്പോൾ ചാറ്റ് അടിക്കുന്ന പൊടിച്ചെന്നാ? ഞാൻ കേട്ടോളൂ സാറേ. അല്ല, അതിന്റെ നിർമ്മാണ കമ്പനിയാണോ സാറിന്റെ കമ്പനി? നിർമ്മാണ കമ്പനി അല്ല. ഇതിന്റെ താഴെ 40 ഉദ്യോഗസ്ഥരുണ്ട് എന്റെ കമ്പനിയിൽ. 40 ഉദ്യോഗസ്ഥർ. അറിയാവോ? 40 പേരുണ്ടോ? ഉദ്യോഗസ്ഥർക്ക് എന്താ ജോലി? ഈ സ്റ്റാച്യൂല് കാക്കടിക്കുന്ന 40 ഉദ്യോഗസ്ഥരാണല്ലേ. അല്ല, അപ്പൊ സാറിന് എന്താ ജോലി? എനിക്ക് കാക്കടിക്കാൻ പറ്റുമോ? ഞാൻ മാനേജർ അല്ലേ. തെറ്റാനിക്ക് കീച്ചും ഞാൻ. അയ്യോ, അങ്ങനത്തെ അല്ല സാറേ, ഞാനേ പറഞ്ഞതേ വേറൊന്നുമല്ല. എന്ത് സാർ, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല. എന്ത് mistake അല്ല? ഞാൻ മിറാക്കിൾ സംഭവിച്ചു കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാത്തത് അതല്ലേ പുള്ളി വിളിച്ച് പറഞ്ഞത്? ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഇത് കേട്ടതിന്റെ കുഴപ്പമാ. ഇപ്പൊ സാർ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന് അങ്ങനെ പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടിട്ടൊന്നും ഇല്ല. ഒരു ന്യൂറോപ്പതിയെ കാണണം. എന്തിന് 100 പൊതിയാക്കണം? 1000 പൊതിക്കുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ട്. പിന്നെ അതിന് 100 പൊതിയിലാക്കണം. ഇദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ തരൂലേ? ഞാൻ പറയില്ല, നാടൻ ഊട് വേണോ അതോ ബിരിയാണി വേണോ? എത്ര പൊതി വേണം പറ. അതല്ല ഞാൻ പറഞ്ഞത്. ഞരമ്പ് വിദഗ്ധരെ കാണണമെന്ന്. ഞരമ്പിന് പ്രശ്നമുണ്ടെന്ന്. എന്തിന് ഞരമ്പ് വിദഗ്ധരെ കാണിക്കണം? അകത്ത് കിടക്കുന്ന 1-ാം തരം ഞരമ്പ് വിദഗ്ധരാണ്. അറിയാമോ? ഈ അമ്മമ്മമാര് റൗക്കയില് മെറ്റൽ കെട്ടി അടിച്ചിട്ടുണ്ട് അകത്ത് കിടക്കുന്ന ആളിനെ. പിന്നെ എന്തോന്ന് വിദഗ്ധത? എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതായത് ഇദ്ദേഹത്തിന് അതൊക്കെ ഈ മെഡിക്കൽ ടേംസിലുള്ള കുറച്ച് വാക്കുകളാണ്. ഇപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളല്ലേ, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്തൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം? കോടീശ്വര പുത്രല്ലേ ഇരിക്കുന്നത്. നമുക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് തന്നെ കാണിക്കാം. പൈസ വേണോ? സാമ്പത്തിക മുടക്കം. വലിയ ആൾക്കാർ സിനിമാക്കാർ വരട്ടെ. അല്ലെങ്കിൽ അല്ലാതെ പിന്നെ അത് വിഷയമില്ല. കാണിക്കേണ്ട കാര്യം എന്തോ മനസ്സിലാക്കട്ടെ സാറേ. ഇതെന്തോ പപ്പയ്ക്ക 3 നേരം കൊത്തിയരിഞ്ഞ് ചൂടുവെള്ളത്തിൽ കലക്കി തിന്നേണ്ട കാര്യം? 2 പേർ കൂടെ ഒറ്റ മരുന്ന് മതി. ക്രിമികടി അങ്ങോട്ട് മാറട്ടെ. സാർ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പോകട്ടെ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം? പിന്നെ ഞാൻ ഡോക്ടർ. എങ്ങനെയാ? സിംഗിൾ ആണോ?
സിംഗിളാ. ഞാനും സിംഗിളാ കേട്ടോ. ഞാനും സിംഗിളാണ്. എന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റ റൂമിലാ. എനിക്ക് വണ്ടി അതുപോലെ തന്നെ ഫാമിലിക്ക് പോകാനുള്ള വണ്ടിയുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ. അങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് അവിടെ. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഡോക്ടറെ ബുദ്ധിമുട്ടിക്കുന്നു. നമുക്ക് അവിടെ തന്നെ റൂമിൽ താമസിച്ചൂടെ? നമുക്ക് എങ്ങനെ നമുക്ക് ഒരു റൂമിൽ താമസിച്ചൂടെ? നെമ്മിന് വേണ്ടി ചൂണ്ടിട്ടപ്പോ ഓമാൻ ചാടയാണല്ലോ അടിക്കുന്നത്. പിന്നെ ബാക്കി എങ്ങനെ അച്ഛന്റെ കാര്യം തീരുമാനാവോ? ഈ ആൾ സത്യത്തിൽ ഒരു വക്കീൽ തന്നെ ആണോ സാർ? എനിക്ക് സംശയമുണ്ട്. ഞാൻ വക്കീലാണോ എന്നാ? എന്റെ വാദം കേട്ടോ ലോകം ഞെട്ടിയിട്ടുണ്ട്. ജസ്റ്റിസ് എം പി മേനോനെ മാറ്റി അങ്ങേര് കള്ളക്കേസ് കുടുക്കി പവിത്ര മുതലാളി സിറ്റിങ്ങിന് 1 ലക്ഷം രൂപയാണ് ഞാൻ വാദിച്ചത്. ഇറങ്ങിക്കൊണ്ടു നരസിംഹം 4K ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ കയറിയത് വക്കീലാണെന്ന് പറഞ്ഞു. നരസിംഹം 4K ഇറങ്ങി. നിങ്ങളെ 4K അങ്ങോട്ട് അയാൾ വിളിച്ചത്. മാറിയിരിക്കും അങ്ങോട്ട് സാറേ. അതെ, സാറ് ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരാളായതുകൊണ്ടും ടെൻഷൻ അടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കത് പറഞ്ഞേ പറ്റും. സെറിബെല്ലത്തിന് ബ്ലോക്ക് ഉണ്ട്. ഇത് മാത്രമാണ് ഇത്ര വലിയ വിഷയം? തിരുവല്ലയിലെ ബ്ലോക്ക് മാത്രമാണ് വിഷയം. ഇടപ്പള്ളിയും വൈറ്റിലെയും ബ്ലോക്ക് അല്ലേ? അതൊന്നും ഒരു വിഷയമില്ല. തിരുവല്ലയിലെ ബ്ലോക്ക് മാത്രമാണ് വിഷയം. അച്ഛന്റെ പ്രശ്നത്തിന് തിരുവല്ലയിലെ ബ്ലോക്കിന്റെ കാര്യമല്ല പറഞ്ഞത്. സാർ, സെറിബെല്ലത്തിന് ബ്ലോക്ക് ഉണ്ട്. ഒരു വിദഗ്ധ ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് റിപ്പോർട്ട് തന്നിരിക്കുവാണ്. സാർ ഇത് കേൾക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് സെറിബെല്ലത്തിന്റെ ട്യൂബ് വഴി ന്യൂക്ലിയർ പമ്പ് ചെയ്യുമ്പോൾ ദുംഗമനം വഴി ന്യൂക്ലിയർ സെല്ലിൽ വന്നടിക്കുന്ന തുക്കളനമാണ് അച്ഛന്റെ അവസ്ഥ. ചേടാ, ഒരു ചുട്ടിത്തോർത്ത് കൊടുത്ത് കുറ്റിപീടിയും വലിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇത്രയും സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എന്റെ ഭഗവാൻ, ഇത് ഇങ്ങനെ പറഞ്ഞ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സംഭവം? എന്താ? വലത് ഞരമ്പിന് ഒരു പെടച്ചിലുണ്ട്. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരെ? തുക്കളെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത് ആണല്ലേ? ഈ നമ്മളെ മേനോൻ സാറേ പേടിക്കില്ലെന്ന് കണ്ട പറഞ്ഞിട്ടുണ്ട്. പേടിച്ചങ്ങനെ അസുഖം കണ്ട വന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാർ. അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ടെൻഷനുകൾ വരാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുർവേദത്തിൽ കാണിക്കണമെന്ന് ഇങ്ങനെ പറയുന്നത്. ആയുർവേദത്തിൽ കാണിക്കണമെങ്കിൽ അവിടെ പടി വെക്കേണ്ടി വരും. എന്തിനാണ് പടിയിൽ വെക്കണത്? ഇത്രയും കാശുള്ള ആളല്ലേ, അകത്ത് കയറ്റി ചികിത്സിക്കാൻ നോക്കണം. പടിയിൽ വെക്കേണ്ട കാര്യം. പടിയിൽ വെക്കുന്നത് അങ്ങനെയല്ല. നട്ടല് നൂരാൻ വേണ്ടി ഈ പടിയായിട്ട് തടി വെക്കും. അങ്ങനെ നട്ടല് നോക്കും. അതാണ് പടിവെപ്പ്. ഓ, അങ്ങനെ. എന്റെ പൊന്ന് സാറെ, ആയുർവേദത്തിൽ കാണിക്കരുത്. ആയുർവേദം എന്നൊക്കെ പറഞ്ഞ പത്തിയുള്ള കാര്യമാണ്. ഈ പദ്യം സാറിന് മേനോൻ സാർ അറിഞ്ഞൂടാ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കവിത പാടാം. 12 മക്കളെ പെറ്റുരമ്മി, എന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീന്തി നീന്തി. ഇവിടുത്തെ കറണ്ടൊന്നും തികയിരുന്നു ഇത്. അല്ല, ഞാൻ പറഞ്ഞത് പത്തിയൊന്നും ഉദ്ദേശിച്ചതേ ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നോക്കുന്ന ആള് കഴിക്കാമോ? കഴിക്കാം. അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മള് ഇത് കാക്ക അടിച്ചുണ്ടാക്കുന്ന കാശാണ്. കാക്കപ്പിറാക്ക് കിട്ടിയാ തീരൂല. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെന്ത് ചെയ്യാം? നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന് ടെൻഷൻ കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത്. ആര് പറഞ്ഞു ടെൻഷൻ അടിച്ചെന്ന്? നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആരും ടെൻഷൻ ഇട്ട് അടിക്കൂല. അടിച്ചാൽ ഞാൻ ചോദിക്കും. സാറേ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് സമാധാനം കൊടുക്കണം. ആഹാര കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണോന്നാ ഞാൻ പറഞ്ഞത്. ആഹാര കാര്യത്തിലെല്ലാം നിയന്ത്രണം കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും നോക്കണ്ട. എന്റെ പപ്പയെ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഞാൻ ചികിത്സിപ്പിച്ചോളാം. നിങ്ങൾ ആരും നോക്കേണ്ട കാര്യമില്ല. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എന്റെ പപ്പയെ ഞാൻ കൊണ്ടുപോകും. സംഭവം തീർന്നില്ല. ഇത്ര വർഷം ഞാനല്ലേ നോക്കിയത്. അല്ല, അങ്ങനെ ഞാൻ പറയട്ടെ സാറേ, എനിക്കൊരു കാര്യം പറയാം. എന്താ പറയാനുള്ളത്? നമ്മുടെ എത്തിക്സിന് നിരക്കാത്തതാ. എന്നാലും എത്തിച്ചാടി വന്നേ. അല്ല, ഇത്രയും വർഷമേ ഞാനല്ലേ ഈ സാറിനെ നോക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ട്രീറ്റ്മെന്റിന്റെ കാര്യം അറിയാവുന്നത് എനിക്കാ. സാറിന്റെ കൂടെ ഞാനും വരട്ടെ. ഓക്കെ, മേഡം വരുന്നുണ്ട്, കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ മേനോൻ സാറിനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ്. ഞാൻ കൊടുത്താലേ ആഹാരം കഴിക്കും. എനിക്ക് അവിടെ വന്നേ പറ്റും അമേരിക്ക. അപ്പൊ രണ്ടുപേർക്കും വന്നേ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരും പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രണ്ടില് 40 ഉദ്യോഗസ്ഥരാണ് കാക്ക അടിക്കാൻ നിൽക്കുന്നത്. ഇനി മുതൽ 40 അല്ല 42 പേരാണ് കാക്ക അടിക്കാൻ നിൽക്കുന്നത്. അതെ, രണ്ടുപേരും തെറ്റാലിയും കൂടെ എടുത്തേക്കണം അവിടെ നിന്ന്. ടീം ട്രിപ്ലസിന് ഒരു നല്ല കൈയടി. ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ മറ്റേ സെൽവന്റെ ഒരു കിടിലൻ ഒരു സാധാരണ എപ്പോഴും ഭയങ്കര നോർമലായിട്ട് കളിക്കണ സെൽവനാണല്ലോ. ഇത്തവണ ഭയങ്കര ഹൈ റേഞ്ചിലാണ് കളിച്ചേട്ടാ. ആദ്യം തുടങ്ങി അവസാനം വരെ ഭയങ്കര ആ അമേരിക്കയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് വിസ അല്ല മറ്റേ ടിക്കറ്റൊക്കെ ഇങ്ങോട്ട് വന്നതിൻ്റെ അതെ ചാർട്ട് ചെയ്തിട്ട് ജോലി കൊള്ളാട്ടോ. കാക്കനടിക്കുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ. അതെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 3 പേരും നല്ല ഹൈ റേഞ്ചിൽ കളിച്ചു. പക്ഷെ തമാശ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹൈ റേഞ്ചിലായിരുന്നു. അതിൻ്റെ കൂടെ നല്ല നല്ല തമാശകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോകേണ്ട ഒരു സ്കിറ്റായിരുന്നു. കാരണം അങ്ങനെയൊന്നും ഇങ്ങനെ അത്രയും ലെവലിൽ കളിക്കാത്ത ഒരാളാണ് ഈ സെൽവൻ. അങ്ങനെ റേഞ്ചിൽ കളിച്ചാൽ ഭയങ്കരമായിട്ട് ആർമാദിച്ച് വേറൊരു സൗണ്ടൊക്കെ വരുന്നതാണ്. അങ്ങനെ കൂടെ നേരത്തെ കളിച്ചിട്ടുണ്ടോ? ക്ലബിൻ്റെ സാധനമൊക്കെ അങ്ങനെ കളിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ കരുതി ആ വരവും കാര്യം കോട്ടും സൂട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ ഈ വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ ആ ലെവലിൽ പോകുന്ന ഇതിലാണ്. പക്ഷെ തമാശ ഇത്തിരി കുറവായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി തമാശ കൂടുതലുള്ള സ്കിറ്റുകളായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു നസീർക്ക. അല്ല, ശ്യാമിൻ്റെ ആദ്യത്തെ ആ വരവും ആ ടെൻഷനും, ഡോക്ടർ ഇറങ്ങി വരുന്നു, ആ പറയുന്ന കാര്യങ്ങളും, ആ ഫോൺ വിളിച്ചത്, മിറാക്കിൾ എന്ന് പറഞ്ഞ സാധനം തെറ്റിദ്ധരിച്ച് വേറെ ആൾക്കാരോ വിളിച്ച് പറഞ്ഞതും ഒക്കെ കേട്ടപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ. അത് പ്രതീക്ഷിച്ച് അമേരിക്കയിൽ നിന്ന് മോൻ വരുന്നതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ചിരിക്കാനുള്ളത്, ആ ചിരിയുടെ ഭാഗങ്ങളാണ് കുറഞ്ഞു പോയത്. അവതരണത്തിലോ നിങ്ങളുടെ അഭിനയത്തിലോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, പക്ഷേ ചിരി കുറഞ്ഞു പോയി. ആ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാധനം ആരെ അത്രയ്ക്ക് പഞ്ചിൽ നിങ്ങൾ കളിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളത് കളിച്ച് വെച്ചതിൻ്റെ കൂടെ കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ അതുകൊണ്ട് പര്യവസാനിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതിലത് ഉണ്ടായില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ഇത് വീട്ടിലെ ഒരു കാര്യസ്ഥനടുത്ത് മിറാക്കൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലായ്മ കൊണ്ട് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കുണ്ട്. ഇവിടെ ഒരു അന്തസ്സായിട്ട് നെളിഞ്ഞു നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് ഈ മിറാക്കിളിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ത്രെഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കണ്ടേ, ഒരു ക്യാരക്ടർ മനസ്സിലായില്ലേ? ഇപ്പം ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതല്ലേ, അതുപോലെ അഡ്വക്കേറ്റ്. ഇത്രയും നല്ലൊരു പ്രൊഫഷൻ ആയിട്ടുള്ള രണ്ടുപേര് നിൽക്കുകയാണ്. അപ്പോൾ അവരാണ് ഈ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇത്രയും ഇതായിട്ട് ചെയ്തത്. അപ്പം അടുത്ത പ്രാവശ്യം തകർക്കും, നിങ്ങൾ തകർക്കുമെന്നറിയാം. ഓക്കെ, തകർക്കുക. ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക്? നസീർക്ക. ഞാനൊരു 7000 രൂപ കൊടുക്കും. 7000 രൂപ. ഞാനും ഒരു 7000 രൂപ കൊടുക്കാം. 14000 രൂപ പ്രസാദേട്ടാ ടോട്ടൽ. ഞാൻ അങ്ങോട്ട് തരാം. 25,000 രൂപ. അടുത്ത പ്രാവശ്യം ഒരു നൈറ്റുമായിട്ട് വരണം. പ്ലസ്. ഓക്കെ ശ്യാമേ. ഓക്കെ ഡോക്ടർ, അടുത്ത പ്രാവശ്യം ഒരു മിറാക്കിൾ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോവാണ്. നാളെ നമ്മൾ ഇതിലും നല്ല സ്കിറ്റുകൾ കാണാൻ വരും. പോട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.